അതുകൊണ്ട് തന്നെ ഫുഖഹാ പെരുന്നാൾ ആഘോഷത്തിന് ഒരുപാട് നിബന്ധനകൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ വന്നപ്പോൾ നമ്മളെ ഉറുമണ ഷാഹിദ് ഉസ്താദിനോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ എന്നെ കൊണ്ടാക്കുന്ന പണിയില്ലെങ്കിൽ ബസറക്ക് ഈത്തപ്പുറം കയറ്റുന്ന പരിപാടിയാണ്. കാരണം എല്ലാ ആലിമികളാണ്. അപ്പൊ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു വിഷയം പറഞ്ഞിട്ട് ഞാനൊരു എളിപ്പനാകുന്നതിൽ വിഷമമുണ്ടെങ്കിലും എന്റെ തെറ്റ് നിങ്ങൾ തിരുത്തി തരുമല്ലോ എന്ന നിലക്ക് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിഞ്ഞ വിഷയം. പെരുന്നാളിന് പോകുമ്പോൾ കുളിച്ചുകൊണ്ടാണ് പോകേണ്ടത്. കുളിയുടെ മഹത്വം ഞാൻ പറയേണ്ടതില്ലല്ലോ. അത്തഹൂറു ശത്രുൽ ഈമാൻ. കുളി എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണെന്ന്, ശുദ്ധി എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. എല്ലാവർക്കും അറിയാം. മിഷ്കാത്തിൽ ഹദീസ് കാണാം. അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. ഈ കുളി, സുന്നത്തായ കുളി വന്നത് എപ്പോഴാണ്? ആദ്യ കാലത്ത് മദീനത്തെ പള്ളി ചെറിയ പള്ളിയാണ്. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു വളരെ ചെറിയ പള്ളിയാണ്. ആളുകൾ ഒരുമിച്ച് കൂടാൻ പറ്റിയ പള്ളിയല്ല. പുറത്ത് കാറ്റു പോകാനുള്ള സൗകര്യമില്ല. ജനങ്ങളൊക്കെ ധരിക്കുന്നത് അന്ന് രോമത്തിന്റെ വസ്ത്രങ്ങളാണ്. സാമ്പത്തികമായ പുരോഗതി ഇല്ലാത്ത കാലത്താണ്. ഇടുങ്ങിയ പള്ളിയാണ്. അങ്ങനെ എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടി പരസ്പരം ദുർവാസനകൾ വന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹിക്ക് ഈ വാസന കണ്ട് ബുദ്ധിമുട്ടായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത് നിങ്ങൾ എന്നാരെങ്കിലും ജുമാക്ക് വരുന്നെങ്കിൽ ഫൽയഗ്തസിൽ ഫൽയമസ്സ മാ യജ്ദു മിൻ ത്വീബിഹി ഔ കമാ ഖാൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ വരരുത്, നിങ്ങൾ കുളിച്ചുകൊണ്ടാണ് വരേണ്ടത്, ശരീരം വൃത്തിയാക്കിക്കൊണ്ടാണ് വരേണ്ടത്. ശരീരം വൃത്തിയാക്കുന്നതിന് ആരോഗ്യപരമായും മതപരമായും വലിയ മഹത്വമുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞല്ലോ, മൻ നളഫ സൗബഹു കല്ല ഹമ്മുഹു. അല്ലെ, ഒരാളുടെ വസ്ത്രം വൃത്തിയായാൽ അവന്റെ ടെൻഷൻ കുറയും, ആരോഗ്യപരമായി വലിയ വികസനം ഉണ്ടാകും, ബുദ്ധിപരമായി വലിയ വികസനം ഉണ്ടാവും എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഒക്കെ പറഞ്ഞത് ഉസ്താദ്മാർക്ക് അറിയാം. അതുകൊണ്ട് കുളിച്ചുകൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടാവണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കുളി എല്ലാവർക്കും സുന്നത്തുണ്ട്. ജുമാന്റെ കുളി അങ്ങനെയല്ല. ജുമാന്റെ കുളി ജുമാക്ക് വരുന്നവർക്ക് മാത്രമാണ്, പെണ്ണുങ്ങൾ കുളിക്കണ്ട. ഈ കുളി അങ്ങനെയല്ല. അത് ആ ശിആറാണ്, ആ ദിവസത്തിന്റെ ആദരവാണ്. അതുകൊണ്ട് പള്ളിക്ക് വരുന്നവനും നിസ്കരിക്കാൻ വരുന്നവനും വരാത്തവനും ഔത്തിരിക്കുന്നവനും നിസ്കരിക്കുമ്പോൾ കുളി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവനും വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോഴത്തേന് കുളി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആ കുളി വേണ്ട. അതേസമയത്ത് പെരുന്നാളിന്റെ പള്ളിക്ക് പോകുമ്പോൾ കുളിച്ചില്ലെങ്കിലും ആ ദിവസത്തിൽ കുളിക്കണം. എവിടം വരെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഹൈലുള്ള പെണ്ണുങ്ങൾ അവര് നലാഫത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ആ ദിവസത്തിൽ കുളിക്കൽ സുന്നത്താണ്. കുളിയാവൂല, ഹൈലുണ്ടല്ലോ. ഹൈദുള്ളത് കൊണ്ട്, വലിയ അശുദ്ധിയുള്ളത് കൊണ്ട് അവർ കുളിയാവൂല. എന്നാലും നലാഫത്ത്, വൃത്തി, ശുദ്ധിയാക്കുക എന്ന ഉദ്ദേശത്തിൽ പെണ്ണുങ്ങൾ പോലും കുളിക്കണം. ചെറിയ മക്കളെ കുളിപ്പിക്കണം, മക്കൾക്ക് ഡ്രസ് ഇട്ട് കൊടുക്കണം, മക്കൾക്ക് സ്വർണത്തിന്റെയും മറ്റു ആഭരണങ്ങൾ പോലും ധരിപ്പിക്കണമെന്ന് പെരുന്നാളിന്റെ ബാബിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ട്. ചെറിയ മക്കൾക്ക് ആഭരണം ധരിക്കുന്നത് ഹറാമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ അവരെ പോലും ആഭരണം ധരിപ്പിക്കണം എന്ന ചർച്ച കിതാബുൽ ഈദ്, പെരുന്നാളിന്റെ ബാബിൽ നമ്മളെ ഫിഖിന്റെ പ്രധാനപ്പെട്ട കിതാബുകളിൽ കാണാം. ചുരുക്കത്തിൽ നല്ല കുളിച്ച് വൃത്തിയായി അങ്ങനെയാണ് നാം പെരുന്നാളിന്റെ പള്ളിയിലേക്ക് വരേണ്ടത്. ആ കുളി എപ്പോഴാണ് തുടങ്ങുന്നത്? ജുമാന്റെ കുളി തുടങ്ങുന്നത് ഫജ്ർ മുതൽക്കാണ്. പെരുന്നാളിന്റെ കുളി നിസ്ഫുൽ ലൈൽ മുതൽക്ക് തന്നെ തുടങ്ങും. ഹദീസിൽ കാണാം. കാരണം ദൂരത്തുള്ള ആളുകൾ പള്ളിയിൽ വരാൻ വേണ്ടി അവർ രാവിലെ തന്നെ, രാത്രി തന്നെ വരേണ്ടി വരും. നമ്മളെ പോലെ ടൈമാകുമ്പോ പോന്ന് രണ്ടാമത്തെ സലാം വീട്ടുമ്പോൾ രണ്ടു കാലം പുറത്തേക്ക് ആ പോക്കല്ലല്ലോ പള്ളിയിലേക്ക് പോകേണ്ടത്. വെള്ളിയാഴ്ച പോയതുപോലെ പെരുന്നാളിലും അത് രാവിലെ പോകണം. പെരുന്നാൾ നിസ്കാരത്തിന്, സുബഹി നിസ്കാരത്തിന് പോകുമ്പോൾ തന്നെ ഒരുങ്ങിയിട്ട് പോകണം. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അത് രാവിലെ പോകൽ സുന്നത്തുണ്ടല്ലോ. ഇതിനെല്ലാം സൗകര്യമുണ്ടാക്കാൻ വേണ്ടി പെരുന്നാളിന്റെ കുളി നിസ്ഫുൽ ലൈലിൽ രാവിന്റെ പകുതി തന്നെ തുടങ്ങുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് നമുക്ക് കാണാം. അപ്പൊ കുളിക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കലും സുന്നത്താണ്. നല്ല വസ്ത്രം ധരിക്കുക. വസ്ത്രധാരണക്ക് ഇസ്ലാം കൊടുത്തത്ര മഹത്വം മറ്റാരും കൊടുത്തിട്ടില്ല. അതവിടെ കാണുന്നു.
നമ്മുടെ ഇസ്ലാമിക രാജ്യങ്ങൾ വിട്ടാൽ മറ്റു നാട്ടിലേക്ക് പോയി നോക്കിയാൽ നമുക്ക് കണ്ണു തുറക്കാൻ കഴിയില്ല. ആണുങ്ങളെല്ലാം ഫുള്ള് ഡ്രസ് ഇട്ടുണ്ടാവും, പെണ്ണുങ്ങൾ ഔറത്ത് ഫുള്ള് കാണിക്കുന്ന ഡ്രസ്. അതാണ് ഇംഗ്ലീഷുകാരുടെ കൾച്ചർ. അവരുള്ള സ്ഥലങ്ങളിലേക്ക് പോയി നോക്കി, ആണെങ്കിൽ ഫുൾ ഡ്രസ്, പെണ്ണുങ്ങളോ ഔറത്തൊക്കെ കാണിച്ചിട്ടുള്ള ഡ്രസ്. അതല്ല ഇസ്ലാം പറയുന്നത്. ഖദ് അൻസൽനാ യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ. ശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, മനുഷ്യന്മാരെ നിങ്ങൾക്ക് അല്ലാഹ് തന്ന അനുഗ്രഹമാണ്, നിങ്ങൾക്ക് അല്ലാഹ് വസ്ത്രം തന്നിട്ടുണ്ട്. യുബാരി സൗആതിക്കും, നിങ്ങൾ ഔറത്ത് മറക്കുന്ന വസ്ത്രം അല്ലാഹ് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരുക്കിയിട്ടുള്ള വസ്ത്രം ഔറത്ത് മറച്ചാ പോരാ, ഒരീശ നിങ്ങൾക്ക് ഭംഗിയാക്കാനുള്ള വസ്ത്രവും അല്ലാഹ് തന്നിട്ടുണ്ട്. അല്ലാഹു വസ്ത്രത്തിന്റെ മഹത്വമാണ് അതിലൂടെ നമ്മോട് വിളിച്ചോതുന്നത്. ആദം നബി അലൈഹി സ്വലാമിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യം പറഞ്ഞിട്ട് അയച്ച കൂട്ടത്തിൽ ആദം നബി അലൈഹി സ്വലാമിന് അല്ലാഹ് ആദ്യം കൊടുത്ത ശിക്ഷ എന്തായിരുന്നു? ആദം നബി അലൈഹിമാ സൗആതുഹുമാ വതഫികാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. ഇബ്ലീസ് വസ്വാസാക്കിയിട്ട് ആദം നബി അലൈഹിസ്സലാം ആ മരത്തിന്റെ പഴം തിന്നപ്പോൾ അല്ലാഹ് കൊടുത്ത ശിക്ഷ എന്താണ്? ആദം നബിയുടെയും ഉമ്മയുടെയും ഔറത്ത് അല്ലാഹ് വെളിവാക്കി. അതാണ് ശിക്ഷ. അതിന്റെ അർത്ഥം എന്താണ്? ഔറത്ത് വെളിവാക്കുന്നത് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ വളരെ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു മൈനസ് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് മുൽത്തറായ ഒരാൾ, ഭക്ഷണമില്ലാത്ത ഒരാൾ ഈ നാട്ടിലുണ്ടെങ്കിൽ ഈ നാട്ടിലെ അഹ്ലുൽ യസാ സമ്പന്നരായ ആളുകൾ അവർക്ക് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്. അത് പലരൊന്നും മനസ്സിലാക്കുന്നില്ല. സക്കാത്ത് മാത്രം ഇസ്ലാമിൽ നിർബന്ധം നമ്മൾ മനസ്സിലാക്കി വെച്ചിനെ. ഒരിക്കലുമല്ല, സക്കാത്ത് നിർബന്ധമാണ്. സക്കാത്ത് കൊണ്ടൊന്നും ഇസ്ലാമിന്റെ ബാധ്യത തീരുന്നില്ല. ഈ നാട്ടിൽ ഭക്ഷണം കഴിക്കാതെ മുൽത്തറായി മരിക്കാൻ കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒരാൾ എത്തിയ ഒരാളുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കൽ ഈ നാട്ടിലെ അഹ്ലുൽ യസാർ സമ്പന്നരായ അഗ്നിയാകിന് നിർബന്ധാണ്. അഗ്നിയായുടെ ഈ സ്ഥലത്ത് അഗ്നിയ ആരാണ്? ഞാൻ ഖനിയല്ല ഉസ്താദ്. എന്തേ? അത് ഞാനെ പോയാ പിന്നെ അവന് കുറെ ആൾക്ക് കൈ കാട്ടും. ഓർ അഗ്നിയാകും, ഞാൻ ഖനിയല്ല. ഇവിടെ ഖനി, ഈ സ്ഥലത്ത് ഖനീന് സക്കാത്തിനോടത്തെ ഖനി വേറെയാണ്. ഇവിടത്തെ ഖനീന് അത്രയൊന്നും വേണ്ട. ഒരു വർഷം അവനും അവന്റെ കുടുംബത്തിനും ജീവിക്കാൻ ആവശ്യമായ ചെലവിന്റെ പൈസ ഒരുത്തന്റെ കയ്യിലുണ്ടോ, ഖനിയാണ്. അത്ര ഇല്ലാത്തൊരാൾ എത്ര ഉണ്ടാവും? പറയാ ഒരു 10 പൊര വിട്ടൊരു 5 സ്ഥലം ഉണ്ടാവൂലേ, ബാങ്ക് ബാലൻസ് ഉണ്ടാവൂലേ, അപ്പൊ അത്ര ഇല്ലാത്തൊരാരുമില്ല. അങ്ങനത്തെ അഹ്ലുൽ യസാറിനിക്ക് മുൽത്തറിന് കൊടുക്കൽ നിർബന്ധമാണ്. ഫിഖ്ഹിൽ പറഞ്ഞത് കാണാം, വസ്ത്രമില്ലാത്ത മനുഷ്യന് വസ്ത്രം കൊടുക്കലും നിർബന്ധമാണ്. വസ്ത്രത്തിന് ഇത്ര പേര് മഹത്വം ഇസ്ലാം കൊടുത്തു. അതുകൊണ്ട് തന്നെ ഹജ്ജ് നിർബന്ധമാണ് അവിടെ. അത്ര നിർബന്ധമാകുന്ന സ്ഥലങ്ങളിൽ ഇസ്ലാം പരിഗണിച്ചത് എന്താണ്? ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവിടെ എന്താ പരിഗണിച്ചത്? ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം. ഈ പ്രാഥമിക ആവശ്യങ്ങൾ കഴിച്ചിട്ടാണ് മനുഷ്യന് മറ്റ് എല്ലാ നിർബന്ധങ്ങളും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആലിമികളെ മജ്ലിസിൽ ഞാനത് നീട്ടി പറയേണ്ട ആവശ്യമില്ല. വസ്ത്രധാരണ, നല്ല വസ്ത്രം ധരിക്കണം. മഹാനായ ഇബ്നു ജല്ലൈതമി തുഹ്ഫത്തുൽ മുഹ്താജ് കിതാബുൽ ലിബാസിൽ വസുന്ന, ശക്തിയായ സുന്നത്താണ്. തഹ്സീനുൽ അയ്യാത്തി, നമ്മളെ രൂപം നന്നാക്കുക. നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടും നല്ല നളാഫത്താക്കിക്കൊണ്ടും പിന്നെ ഭംഗിയെ നന്നാക്കൽ എല്ലാവർക്കും സുന്നത്താണ് എന്ന് പറയുന്നവിടെ ആലിമിങ്ങൾക്ക് അവരെ വേഷവിധാനങ്ങൾ നന്നാക്കൽ ശക്തിയായ സുന്നത്താണെന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. വേഷവിധാനം എല്ലാവരും തഹ്സീനുള്ള യത്ത് വേണം. എങ്ങനെ തഹ്സീനുള്ള യത്താക്കണം? നല്ല വസ്ത്രം ധരിച്ചിട്ട്, നല്ല വൃത്തി, നല്ല നളാഫത്ത്. അപ്പൊ ഒരുത്തന്റെ തടി എങ്ങനെ ക്ലീൻ ആക്കണം എന്ന് എല്ലാവർക്കും അറിയാലോ. നല്ല രൂപത്തിൽ വൃത്തിയാക്കിയിട്ട് നല്ല വസ്ത്രം ധരിക്കൽ എല്ലാവർക്കും സുന്നത്താണ്, പ്രത്യേകിച്ചും ആലിമീങ്ങൾക്ക് എന്നവിടെ പറഞ്ഞു കാണാം.
ആലിമീങ്ങളും മാതൃകയാക്കപ്പെടുന്ന ആളുകളും നല്ല വസ്ത്രം ധരിക്കണം എന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിന്റെ ജീവിതത്തിൽ ഒരുപാട് ഇസ്തിഖാമത്ത് കാണാം, ഒരുപാട് ഇസ്തിഖാമത്തുണ്ട്. അതിൽപ്പെട്ടതാണ് നിങ്ങൾക്കറിയല്ലോ ഉസ്താദിന്റെ വേഷവിധാനം. എപ്പോ ഉസ്താദിനെ കണ്ടാലും ഉസ്താദിന്റെ ഡ്രസ്സ് കല ഉണ്ടാവില്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാത്രല്ല നമ്മളോട് എപ്പോഴും ഉപദേശിക്കല് നല്ല ഡ്രസ്സ് ഇടണം. ഞാൻ കമീസിട്ടിട്ട് അപ്പൊ തുടങ്ങുന്നേ ഉള്ളൂ, ഞാൻ ഷർട്ട് ഇടുന്ന പതിവ്. എന്നെ പലപ്പോഴും കണ്ടിച്ചല്ലേ, നീ എന്താ ഈ ഡ്രസ്സ് കമീസ് ഇടണമെന്നല്ലേ, മൗലാമാരെല്ലാം കമീസ് ഇടണം എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു. അതുമാത്രല്ല, ബഹുമാനപ്പെട്ടവർ എന്നോടൊക്കെ പറഞ്ഞു, മൗലാമാർ കമീസ് ഇടണോ, കാറിലും പോകണം പറഞ്ഞു. അപ്പൊ ഉസ്താദിന്റെ ചിന്ത അങ്ങനെയാണ്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അങ്ങനെ നല്ല ഡ്രസ് ഇടൽ സുന്നത്തെന്നല്ല, ആലിമീങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ആളുകളെ അനുസരിക്കണമെങ്കിൽ നല്ല ഡ്രസ് ഇടണോ എന്നുണ്ടോ എന്ന ആലിമിന് അത് വാജിബാണ് എന്ന് കിതാബുൽ ലിബാസിൽ തൗഫീൽ കാണാം. മഹാനായ അതിനൊരു സംഭവം പറഞ്ഞു. ഇസ്ദുബിൻ അബ്ദുസലാം ഹജ്ജിന് പോയപ്പോ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനോട് എന്തോ ഉപദേശിച്ചു. ഹജ്ജിന്റെ അവിടെ അല്ലേ എല്ലാവരും ഇല്ലേ, അവിടെ ഏത് പോലത്തെ മനുഷ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ ഈ മനുഷ്യൻ വിചാരിച്ചു ഇതാരി നിങ്ങളറിയാം എന്നോട് പറയാൻ പറഞ്ഞു. വേഷം അത്ര ആലിമിന്റെ വേഷമായിരുന്നില്ല. മഹാനവരുടെ അതേ സ്ഥലത്ത് വേഷം മാറ്റി ആലിമിന്റെ വേഷം ധരിച്ചു സിജിൽ പോയിട്ട് പറഞ്ഞു, ആ മനുഷ്യനോട് കൽപ്പിച്ചു, ആ മനുഷ്യൻ അംഗീകരിച്ചു എന്ന് കഥയല്ല പറയുന്നത്, ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാ പറയുന്നത്. അതുകൊണ്ട് മുഖ്തദാബിയായ ആളുകള് വസ്ത്രം നല്ല വസ്ത്രം ധരിക്കണം. ആലിമീങ്ങൾക്ക് അവര് പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുന്നത് അപ്പോൾ മാത്രമാണെന്നുണ്ടോ? ആ സമയത്ത് ആലിമീങ്ങൾ അതേ വസ്ത്രം ധരിക്കണം, നല്ല വസ്ത്രം ധരിക്കണം. മാത്രല്ല ആലിമീങ്ങൾ സാധാരണക്കാരന്റെ വസ്ത്രം ധരിക്കാനും പാടില്ല, സാധാരണക്കാർ ആലിമീങ്ങളുടെ വസ്ത്രം ധരിക്കാനും പാടില്ല. അതെല്ലാം അവരവർ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ നമ്മളെ നിങ്ങളുടെ മുണ്ടാസ് കേട്ടത് അല്ലേ, നല്ലതാണ്. മുണ്ടാസ് സുന്നത്താണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് തഅമ്മും. അത് വസ്ത്രമായിട്ടും കെട്ടാം, തജമ്മുലിന് വേണ്ടി മുണ്ടാസ് കെട്ടാൻ സുന്നത്താണ്. തൂഫയിലുള്ള മസലാണല്ലോ, ഉസ്താദുമാർക്കെല്ലാം അറിയുന്ന മസല. പക്ഷെ മുത്താലിമികളെ മുണ്ടാസ് കെട്ടുമ്പോൾ അവരോട് യോജിച്ച മുത്താലിങ്ങൾ മാത്രമല്ല, മുണ്ടാസ് കെട്ടുമ്പോൾ നമ്മളോട് യോജിച്ച മുണ്ടാസ് കെട്ടും. ചില ആള് മുണ്ടാസ് കിടാക്കളെ മുണ്ടാസ് കണ്ടെങ്കിൽ ആ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പുല്ലിന് ലോരി വരുന്നില്ല, ലോരി കാണുന്നില്ല, പുല്ലി മാത്രം കാണുന്നു എന്ന പോലെ ഓര് വരുന്ന ഒരു അരഘണ്ട മുന്നേ മുണ്ടാസ് വരുന്ന അത് കുട്ടികളെ നാം ഉപദേശിക്കേണ്ടതുണ്ട്. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട AP സ്ഥാനടുത്ത് മന്ത്രിക്കാൻ പോയി ഒരു സാധാരണക്കാരൻ. അപ്പോ എന്റെ പ്രശ്നം തലവേദന. അപ്പൊ മുണ്ടാസ് മാറ്റാൻ മുണ്ടാസ് മേലാക്കിയ പുസ്തകത്തിലോ ഈ മുണ്ടാസ് കെട്ടി തലനമ്പലവാതിരിക്കുന്നു, മുണ്ടാസ് ഒല്ലി കെട്ടിക്കണോ ഇത് കെട്ടിയെങ്കിൽ തലനമ്പലവാതിരിക്കുന്നു കെട്ടത്. അവരൊക്കെ പറയുന്ന മസലാണ് ഈ പറയുന്നത്. ഓരോരുത്തരും അവനവൻ ധരിക്കേണ്ട മുണ്ടാസിന്റെ കണക്കെത്ര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നീളമുള്ള മുണ്ടാസ് കിട്ടിയത്, എത്ര അകലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, അതിൽ ഒരുപാട് നാല് മുഴമത്ര എന്നൊക്കെ കുറെ അഭിപ്രായം ഉണ്ടെങ്കിലും അതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മുണ്ടാസിന്റെ കണക്കെത്ര, എത്ര നീളം വേണം, എത്ര അകലം വേണം, അത് ആ നാട്ടിലും ആ പിന്നെ ആളെയും അനുസരിച്ച് ആദ്യത്തെ നിലക്ക് സൂട്ടായ മുണ്ടാസ് ഏതോ ആ മുണ്ടാസ് കിട്ടിയാൽ മതി. അപ്പൊ നമുക്കിപ്പോ അറിയല്ലോ ആദത്തനുസരിച്ച് എത്ര നീളം വേണം, അത് അതിന് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം ഒരു തന്റെ ഇടം പറയുന്നത്, അപ്പൊ കണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചുരുക്കത്തില് നല്ല വസ്ത്രം ധരിക്കുക ആലിമീങ്ങൾക്ക് സുന്നത്താണ്. പക്ഷെ അവിടെ ഒരു മസല, ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത്? ഏറ്റവും ടോപ്പുള്ള വസ്ത്രമാണോ ധരിക്കേണ്ടത്, അല്ല മുതവസ്സിത്തായ വസ്ത്രമാണോ ധരിക്കേണ്ടത്? ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എപ്പോഴും നല്ലത് ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ മുതവസ്സിത്തായ ഭക്ഷണം കഴിക്കുക, മുതവസ്സിത്തായ ഡ്രസ് ധരിക്കുക. തവാദു അല്ലില്ല, ഓന് കഴിവെല്ലാം ഉണ്ട്, പക്ഷെ ഏറ്റവും നല്ല ബലമുള്ള ഡ്രസ് അല്ല, ഒരു മീഡിയം ബലമുള്ള ഡ്രസ് ധരിക്കുക, അതാണ് സുന്നത്ത്. പക്ഷെ ഇനി ഒരാള്
നല്ല ഉയർന്ന വസ്ത്രം ധരിച്ചു, നല്ല ബലമുള്ള വസ്ത്രം, നല്ല മുന്തിയ വസ്ത്രം ധരിച്ചു. എന്നാൽ അതിലൂടെ അവൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ നിഅമത്ത് കാണലാണ് എന്ന ഉദ്ദേശമാണെങ്കിൽ ഫഹുവ അഫ്ളലു, അതും അഫ്ളലായി വരും എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. അത് അവന്റെ ഇഷ്ടം. മീഡിയം ധരിക്കാം, ഈ പറഞ്ഞൊരർത്ഥം ലോക്കലായി പോകണ്ട. തവസ്സുത്ത് മീഡിയമുള്ള വസ്ത്രം ധരിക്കാം. ഇനി ഏറ്റവും മുന്തിയത് നല്ല നിയ്യത്തിൽ അങ്ങനെ ധരിക്കാം. അങ്ങനെ മഹാന്മാരുടെ, ഞാൻ പണ്ട് ബേക്കറുസാനെ കുറിച്ച് പറഞ്ഞല്ലോ, മഹാനായ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മാലിക് ഇമാമിന്റെ ചരിത്രം അങ്ങനെയാണ്. മാലിക് ഇമാമിനെ രാജാവ് കാണാൻ പോയാൽ മണിക്കൂറോളം നിന്നിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടല്ലാതെ അങ്ങോട്ടുള്ള കിടക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട വസ്ത്രവിധാനം അങ്ങനെയാണ്, കഴിക്കുന്ന ഭക്ഷണവും അങ്ങനെയാണ്. അതെല്ലാം ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമത്തി അബ്ദിഹി അലൈഹി, അല്ലാഹുവിന്റെ അനുഗ്രഹം അല്ലാഹ്ക്ക് കാണാൻ ഇഷ്ടമാണ്. അല്ലാഹ് കണ്ടോട്ടെ എന്റെ നിഅമത്ത് എന്ന നിലയ്ക്ക് അവനത് ചെയ്യാം. പക്ഷേ അവിടെ അഹങ്കാരം വരാൻ പാടില്ല. അഹങ്കാരം വന്നാൽ അത് ഹുക്കം മാറിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മൻ ലബിസ സൗബൻ യതബാഹാ ബിഹിൻ നാസ് ലം യൻദുറില്ലാഹു ഇലൈഹി ഹത്താ യൻസിഅഹു. ഒരുത്തൻ വസ്ത്രം ധരിച്ചിട്ട് ഓന്റെ പവർ കാണിക്കാൻ, ഞാൻ വലിയ ആള്, ഞാൻ വലിയ പൈസക്കാരാ, ഞാൻ കൈയുള്ളവന്ന, ഈ ഉദ്ദേശത്തിൽ ആ ഡ്രസ് ധരിച്ചാൽ ലം യൻദുറുല്ലാഹു ഇലൈഹി, അല്ലാഹുക്ക് ഇഷ്ടമല്ല, അല്ലാഹു അവനെ നോക്കൂല ആ വസ്ത്രം ഊരാതെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതേ സമയത്ത് ഒരാള് നല്ല വസ്ത്രം ധരിച്ചു തങ്ങളോട് ചോദിച്ചു, നബിയെ, ഒരാള് നല്ല വസ്ത്രം ധരിക്കുന്നു, നല്ല യുഹിബ്ബു അൻ യകൂന തൗബുഹു അഹ്സന വ നഅലുഹു അഹ്സന, ഒരാൾക്ക് നല്ല വസ്ത്രം ഇടാൻ ഇഷ്ടമാണ്, നല്ല ചെരുപ്പ് ധരിക്കാൻ ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹ് ജമാൽ ഇഷ്ടപ്പെടുന്നവനാണ്. അങ്ങനെ ആ നിയ്യത്തിൽ നല്ല വസ്ത്രം ധരിക്കാം. അവിടെ മനസ്സിലാക്കേണ്ടത് പെരുന്നാളിന്റെ അല്ലാത്ത എല്ലാ സമയത്തും ഇൽബസൂ മിൻ സിയാബിക്കുമുൽ ബയാ വകഫിനു ഫിഹാ മൗതാകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം, ഒരു ഹദീസിൽ കാണാം, ഇന്നഹാ അത്ഹറു വ അത്യബു, വെളുത്ത വസ്ത്രം അതാണ് ഏറ്റവും ശുദ്ധി, അതാണ് ഏറ്റവും നല്ല ശുദ്ധി, അതാണ് ഏറ്റവും നല്ല ക്ലിയർ, അതാണ് ഏറ്റവും മുന്തിയതും. അതുകൊണ്ട് നിങ്ങൾ വെളുത്ത വസ്ത്രം ധരിക്കണോ. എങ്ങനെ വെളുത്ത ധരിക്കണോ? തടിക്കിടുന്ന ഫുള്ള് വെളുത്ത ധരിക്കണം. അപ്പൊ ഉള്ളിലുള്ള അണ്ടർവിയറോ അതും വെളുത്ത് ധരിക്കണം, സുന്നത്താണ്. എന്നൊരുത്തൻ അത് മാറ്റുന്നെങ്കിൽ പിന്നെ വെളുത്തത് ബാഹ്യമായി കാണുന്ന ഡ്രസ്സെങ്കിലും വെളുത്തതാകാൻ നോക്കണം. നമുക്കൊരു സ്വഭാവമുണ്ട്, പ്രത്യേകിച്ചും ഉസ്താദുമാർ, എന്നെ പോലത്തെ ഞാനും അങ്ങനെ. ഞമ്മ വെളുത്ത ഡ്രസ് ഇടും. അവിടെ എല്ലായിടത്ത് പോകുമ്പോ റൂമിൽ ഉടുക്കുന്ന മുണ്ടേതാണ് കള്ളിമുണ്ട്. അവിടെ സുന്നത്ത് മാറ്റുന്നു. അങ്ങനെ ഒരു സുന്നത്തില്ല. എപ്പോഴും വെളുത്ത ഡ്രസ്, എപ്പോഴും വെളുത്ത ഡ്രസ്. അപ്പോ ഗര ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലത്. നിസ്കരിക്കുമ്പോൾ ഗര ഉണ്ടെങ്കിൽ കറാത്താണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എത്ര ഗര? അത് ശ്രദ്ധ തിരിക്കുന്ന എത്ര ഗര? 1, 2, 3 ഗര ഉണ്ടെങ്കിൽ ശ്രദ്ധ തിരിഞ്ഞു പോവില്ലേ? അപ്പൊ ആ ഡ്രസ്സ് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴും വെളുത്ത് ധരിക്കാം. പക്ഷെ ഇപ്പൊ എന്താണെന്നറിയോ, ഇപ്പൊ മൂലമാർ വെളുത്ത് ധരിക്കുന്നത്, ഇപ്പൊ വെളുത്തത് രാജകീയത്തിന്റെ ആൾമാർ, അതും കോട്ടനാണ് ധരിക്കുന്നത്. ഇസ്ലാം പറഞ്ഞത് കുത്തുനാണല്ലോ, കോട്ടനാണല്ലോ. നമ്പർ 1 ഡ്രസ് കോട്ടനാണ്. ഇപ്പൊ കോട്ടണും വെളുത്ത ഡ്രസ് ആര് ധരിക്കുന്നത്? MLA-മാർ, MP-മാർ. ഓർക്ക് നല്ല അഭിമാനം. നമ്മളെ മുസ്ലിം ചെറുപ്പക്കാർക്കോ നമ്മളെ കൾച്ചർ ആർക്കോ വിട്ടുകൊടുത്തിട്ട് ഞമ്മ പെരുന്നാളിന്റെ അന്ന് യാസം കെട്ടിക്കൊണ്ട് വരുന്ന പള്ളി. എന്തില്ലെങ്കിൽ ഒരു പെരുന്നാളിന് പള്ളിക്ക് വരുമ്പെങ്കിലും സാധാരണക്കാർക്ക് ഒരു വെളുത്ത ഡ്രസ്സ് പതിവാക്കിയാൽ ഇസ്ലാമിന്റെ ഷിആറല്ലേ അത്. ആ ഡ്രസ്സ് ഒരിക്കൽ ധരിക്കണ്ടേ? ഇപ്പൊ ധരിക്കാൻ ചങ്കിയായെങ്കിലും മുണ്ടാസ് കെട്ടാൻ ചങ്കിയായെങ്കിലും ഒരിക്കൽ ആ ഡ്രസ്സ് ധരിക്കാതെ ഈ ലോകത്ത് ആർക്കും യാത്ര പോകാൻ കഴിയുമോ? അപ്പൊ ആ ധരിക്കുമ്പോ അതിനൊരു വില കിട്ടണമെങ്കിൽ ജീവിതത്തിൽ തന്നെ അത് പതിവാക്കണം. അതുകൊണ്ട് നല്ല ഡ്രസ്സ് വാങ്ങാം, നല്ല ഡ്രസ്സ് ധരിക്കാം. പക്ഷേ അവിടെ ഒരു മസാല മനസ്സിലാക്കേണ്ടത് ബിഗൈരി തകല്ലുഫിൻ, ഇതാണ് എന്നാരും മനസ്സിലാക്കാത്തത്. ഒരാൾ ഡ്രസ്സ് വാങ്ങുമ്പോ നല്ലത് പൈസ കൊടുത്ത് വാങ്ങാം, നല്ല ഭക്ഷണം അവന് കുട്ടികൾ കൊടുക്കാം,
നല്ല ഭക്ഷണം നമുക്ക് കഴിക്കൽ സുന്നത്ത് എന്നല്ല, മക്കൾക്കും കുടുംബക്കാർക്കും നല്ല ദിവസം നല്ല ഭക്ഷണം കൊടുക്കുക അത് സുന്നത്താണ്, തൗസീഉൻ അലൽ ഇയാൽ സുന്നത്താണ്. പക്ഷേ അവിടെ സംഗതി ഉണ്ട്, ബിഗൈരി തകല്ലുഫിൻ, പൊറുക്കാൻ തീരാത്തത് പൊറുത്തിട്ട് ചുമക്കാൻ കഴിയാത്തത് ചുമന്നിട്ട് ചെയ്യാൻ പാടില്ല. എങ്ങനത്? ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ആള് ഫക്കീറാണ്, ഓന്റെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ല, ഓൻ കടം വാങ്ങിയിട്ട് ഡ്രസ്സ് വാങ്ങുന്നു. അതൊരിക്കലും സുന്നത്തല്ല, ഹറാമായി വരും. ഞാൻ ഒരാളിൽ നിന്ന് കടം വാങ്ങണമെങ്കിൽ എനിക്ക് ആ കടം ഹലാലാകണമെങ്കിൽ എന്റെ അവസ്ഥ അറിയുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, പ്രശ്നമല്ല. അറിയാത്ത ഒരാളോട് ഞാൻ പോയിട്ട് കടം ചോദിക്കുന്നു, എനിക്ക് 1 ലക്ഷം രൂപ വേണോ ചെല്ലണോ, ഓടുന്ന് തരുന്ന അത് അല്ല തരും, അപ്പം ചെല്ലണോ, ഇപ്പൊ എന്നെ എടുത്തു അള്ളാന്റെ, അത്ര സുലാഭുണ്ടെങ്കിൽ എന്റെ അടുത്തൊക്കെ വന്നു അള്ളാന്റെ തന്നെ എടുത്തു. ആ മറുപടിയാണ് ഇവിടെ പറയേണ്ടത്. കാരണം അള്ളാഹ് അങ്ങനെ തരില്ല. അത് നമ്മളെ സ്വന്തം വിശ്വസിച്ച് തവക്കുല. എന്നോടത്തന്റെ ഇത് കണ്ടെടുക്കുമ്പോ അവിടെ തവക്കുലല്ല വേണ്ടത്, അവിടെ ജിഹത്തുൻ ലാഹിറത്തിലൂടെ വ്യക്തമായ ഒരു വഴിയിൽ എനിക്ക് ആ കടം കൊടുക്കാൻ കഴിയും എന്ന് സാധിക്കുന്നവിടെ മാത്രമേ കടം വാങ്ങാൻ പറ്റാൻ പറ്റൂ. അപ്പൊ ഞാൻ കടം വാങ്ങണം, 10,000 രൂപ കടം വാങ്ങണം. എങ്ങനെ തരുന്നത്? എനിക്ക് അടുത്ത മാസം ശമ്പളം കിട്ടാനുണ്ട്, ഓക്കെ. എന്റെ മോൻ ഗൾഫിലുണ്ട്, എനിക്ക് അയച്ചു തരും, ഓക്കെ. ലാഹിറായ വഴിയിലൂടെ കടം വീടാനുള്ളൊരു വഴിയുണ്ടോ എങ്കിൽ മാത്രമേ എന്റെ അവസ്ഥ അറിയാത്ത ഒരാളിൽ നിന്ന് എനിക്ക് കടം വാങ്ങാൻ പറ്റൂ. അതേ സമയത്ത് അല്ലാതെ ഞാൻ കടം വാങ്ങിയാൽ ആ കടം വാങ്ങിയത് ഹറാമാണ്. അങ്ങനെ തകല്ലുഫോടെ ഡ്രസ്സ് ധരിച്ചാൽ ആ ഡ്രസ്സിന്റെ കൂലിയും കിട്ടൂല. ഇവിടെ ഞമ്മ ഇന്ന് സാധാരണ ഇതിനേക്കാൾ വലിയൊരു അനാചാരം ചെയ്യുന്നുണ്ട്. അതെന്താണ്? അത് ഇന്ന് നമ്മളെ ഈ സാധാരണ നമ്മളെ ബാരികളെ പണി എന്താണെന്നറിയോ? പൊന്നിന്റെ യോട്ടാക്കുന്നുണ്ട്. ബാങ്കിൽ പോയിട്ട് പരിശോധിച്ച് നോക്കി കാണാൻ ഞമ്മ പൊന്ന് കൊടുക്കുന്ന 100, 200, 50 പൊന്ന് കൊടുത്തിട്ട് മങ്ങാലത്തിന്റെ 2, 3 കഴിയുമ്പോ ആ പൊന്നെല്ലാം പോയിട്ട് ബാങ്കിലുണ്ടാവും. പയൽപ്പെട്ട ഒന്നാണ് പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി, സുന്നത്തായ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പൈസ കൊടുന്ന്, അത് ഗൾഫിൽ നിന്ന് പൈസ വരുമ്പോ കുറച്ച് നാൾ കഴിയും. ഇപ്പൊ കൊണ്ടുപോയിട്ട് പൊന്ന് പണയം വെച്ചിട്ട് ബഡ്ഡിക്ക് പൈസ എടുത്തോണ്ട് വരുന്നു. ബഡിന്റെ ഹറാമായ പൈസ എടുത്തിട്ട് സുന്നത്തായ ഡ്രസ്സ് ധരിക്കരുത്. ഇത് മൂത്രത്തിൽ ഒളു കൊടുത്ത് കൈ കഴുകി എന്ന് പറഞ്ഞ പോലെ ഹറാമ് ചെയ്തിട്ട് അത് തകല്ലുഫാണല്ലോ, ഞമ്മക്ക് ശറഅ് കൽപ്പിച്ചതല്ലല്ലോ. അങ്ങനെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പെരുന്നാൾ ആഘോഷിച്ചാൽ പെരുന്നാളിന്റെ ഷെഹറുമല്ല, അള്ളാന്റെ പൊരുത്തവുമല്ല, ഹബീബായ തങ്ങളെ ഇത്തിബാവുമല്ല, അത് വലിയ അനാചാരമാണ്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കണം. ഇനി അത് ഒരിക്കലും ഒരു പലിശ വാങ്ങാൻ പറ്റിയ സ്ഥലവും അല്ല. ഒരു മനുഷ്യന് ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടായ ലറൂറത്തിന്റെ സമയത്ത് നമുക്ക് പലിശ കൊടുക്കാന്ന മസാല ഉണ്ടല്ലോ, അത് അത്ര എളുപ്പത്തിൽ സാധാരണക്കാരൻ തെറ്റിദ്ധരിക്കേണ്ട മസാലല്ല. സന്ദർഭങ്ങളിൽ ആലിമീങ്ങളോട് ചോദിച്ച് കൈകാര്യം ചെയ്യേണ്ട മസാലയാണ്. അതുകൊണ്ട് ഒറ്റടിക്ക് മനസ്സിലാക്കേണ്ട മസാലല്ല. അങ്ങനത്തെ ഒരു സ്ഥലവും അല്ല ഈ സുന്നത്തായ വസ്ത്രം ധരിക്കൽ. അതുകൊണ്ട് ഞാൻ വസ്ത്രധാരണ ചുരുക്കുന്നു. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല വസ്ത്രം പെരുന്നാളിന് ധരിച്ച്, ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചത് പള്ളിക്ക് വരുന്നവരും വരാത്തവരും ഔത്തുള്ള പെണ്ണുങ്ങളും ചെറിയ മക്കളും എല്ലാവർക്കും ഡ്രസ്സ് ധരിപ്പിക്കാം, മക്കൾക്കും ഡ്രസ്സ് കൊടുക്കാം. പക്ഷെ ഞാൻ ഇടയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പന്നെ പറയട്ടെ, ചെറിയ മക്കള് പെരുന്നാളുമായി അനുബന്ധിച്ചുകൊണ്ട് പള്ളിക്ക് കൊണ്ടിരുന്ന കെട്ടുപാടുണ്ട്. മുമൈസായ മക്കളെ ഡ്രസ്സ് ഇട്ടിട്ട് പള്ളിക്ക് കൊണ്ടുവരും. അത് ഫുഖാഹ് പറഞ്ഞിട്ടുണ്ട്. തമ്മീസാവാത്ത കുട്ടികളെ പള്ളിക്ക് കൊണ്ടുവരുന്നതിന്റെ വിധി എന്താണ്? ബേക്കൽ ഉസ്താദ് എപ്പോഴും പറയലാണ്. ഉസ്താദ് പറഞ്ഞിട്ട് നമ്മളെ പള്ളിയിൽ നമ്മൾ ബോർഡറിലിട്ട് ഉസ്താദ് ഭയങ്കര എതിർക്കും. ഉസ്താദ് സഫ് പോലും ശരിയാവൂല പറയുന്നു. മുമയ്യിസ് അല്ലാത്ത കുട്ടികളെ നിർത്തിയാൽ സഫിന്റെ കൂലി പോലും കിട്ടൂല എന്ന് പോലും ഉസ്താദ് കർശനമായി പറയുന്നുണ്ട്. മുമയ്യിസ് അല്ലാത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരുമ്പോ ആ കുട്ടികളെ കൊണ്ട് പള്ളിക്ക് നജസാവുന്ന പേടിയുണ്ടോ എന്ന് ഹറാമാണ്. അല്ലാത്ത സന്ദർഭത്തിൽ മുമയ്യിസ് അല്ലാത്ത 7 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികളെയും ഭ്രാന്തന്മാരെയും പള്ളിക്ക് കൊണ്ടുവരൽ കറാഹത്ത് എന്തായാലും ഒഴിവാവൂല. അതുകൊണ്ട് പെരുന്നാളിന് കുട്ടികൾക്ക് മറ്റൊക്കെ ചെയ്യിപ്പിക്കാം, പള്ളിക്ക് കൊണ്ടേണ്ട ആവശ്യമില്ല. അത് വകതിരി വായന്റെ ശേഷമുള്ള സുന്നത്താണ്. അങ്ങനെ നല്ല വസ്ത്രം ധരിച്ച് നല്ല ദ്വീപ്, നല്ല സുഗന്ധം,
അത് കസ്തൂരിയാകളാണ് ഏറ്റവും നല്ലത്. കസ്തൂരിയിലെ നല്ല ബലുണ്ടാവും. നമ്മളിവിടെ എല്ലാം 10 രൂപ കിട്ടുന്ന കസ്തൂരി, അത് കസ്തൂരിനെ കണ്ടിട്ടേ ഇരിക്കല, അല്ലെങ്കിൽ പേര് മാത്രം കസ്തൂരി, അതല്ല കസ്തൂരി. യഥാർത്ഥ കസ്തൂരിക്ക് നല്ല ബലുണ്ട്. അപ്പൊ സാധിച്ചെങ്കിൽ അവന്റെ അടുത്തുള്ള നല്ല തീപ് ധരിക്കുക, അതും കസ്തൂരിയാകൾ വളരെ നല്ലതാണ്. അതൊക്കെ ധരിച്ച് അവൻ ശുദ്ധിയൊക്കെ വരുത്തി നഖമെടുത്ത്, എല്ലാവർക്കും അറിയാലോ നഖം, മുടി, ശരീരത്തിൽ കളയേണ്ടതൊക്കെ കളഞ്ഞ്, നഖം കളയാന്ന് പറഞ്ഞാല് മുടിയെടുക്ക നഖെടുക്കണ്ടപ്പോ ഇല്ലാത്ത ഉഗറിനെ വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ ഉഗറെടുക്കേണ്ട ഒരു നീളത്തിന്റെ അത്ര നഖം ഉഗർ ആയിട്ടുണ്ടെങ്കിൽ, മുടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞ് വൃത്തിയാക്കി നല്ല ശുദ്ധിയായി പള്ളിയിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സുന്നത്തുണ്ടായിരുന്നു. ഇദാ കാന യൗമു ഈദിൻ ഖാലഫത് തരീഖ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന് വരുമ്പോൾ വന്ന വഴിയിലല്ല റസൂലുള്ളാഹി തിരിച്ചു പോകാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിൽ വരും, മറ്റൊരു വഴിയിൽ തിരിച്ചു പോകും. ഖാലഫത് തരീഖ് വകാന യദ്ഹബു മിൻ തരീഖിൻ വയർജു മിൻ ഉഖ്റാ. മറ്റൊരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി നീളമുള്ള ഒരു വഴിയിലാണ്, ലോങ്കായ വഴിയിലാണ് റസൂലുള്ളാഹി പള്ളിയിലേക്ക് പോകാറ്. പെരുന്നാളിനു മാത്രമല്ല എല്ലാ ഇബാദത്തിനുമുള്ള സുന്നത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ വസ്ത്രധാരണ, വൃത്തിയാക്കൽ പെരുന്നാളിന് മാത്രം സുന്നത്തല്ല. ഏത് ഖൈറായ മജ്ലിസ് ഉണ്ടോ, കല്യാണത്തിനാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദഅവത്തിനാവട്ടെ, സൽക്കാരങ്ങൾക്കാവട്ടെ, മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമുണ്ടോ അവിടെ പോകുമ്പോഴൊക്കെ സുന്നത്തായ കാര്യമാണ്. ഹബീബായ തങ്ങൾ പെരുന്നാളിനോ മറ്റോ ഖൈറായ മജ്ലിസിൽ പോകുമ്പോൾ, പള്ളിയിൽ ജമാഅത്തിന് പോകുമ്പോൾ, അല്ലാത്ത ആവശ്യത്തിന് പോകുമ്പോൾ ഖാലഫത് തരീഖ്, അല്ലാഹുവിന്റെ റസൂൽ വഴിയൊന്ന് മാറ്റാറുണ്ട്. പോയ വഴിയിലല്ല റസൂൽ തിരിച്ചു വരാൻ. എല്ലാ ഇബാദത്തിനും പാലിക്കേണ്ട സുന്നത്താണ്. അതെന്തിനാണ്? അതിന് ഫുഖഹാ പണ്ഡിതന്മാർ ഒരു കാരണം കാണാൻ പറയുന്നു. ലിയശ്ഹദ ലഹുൽ മവാദിഉ, എല്ലാ സ്ഥലങ്ങളും റസൂലുള്ളാഹിക്ക് നാളെ വന്ന് ശഫാഅത്ത് നിൽക്കണം, അതിനു വേണ്ടിയാണ്. അപ്പൊ ഒരു വഴിയിൽ പോയി മറ്റൊരു ചുരുങ്ങിയ വഴിയിൽ തിരിച്ചു വരിക, അത് ഇബാദത്തിന്റെ ഒരു സുന്നത്താണ്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു സുന്നത്താണ് ബിസകീനത്തിൻ വവഖാർ. പോകേണ്ടത് സമാധാനത്തിൽ പോകണം. ജനങ്ങൾക്ക് തെറ്റിദ്ധരിച്ചൊരു മസലയാണ്. ഹൗദുണ്ടാവും, റക്അത്ത് കിട്ടുന്ന റുക്കൂലേക്ക് എത്താൻ വേണ്ടി ബേരത്തിന് ആരെ എതിർക്ക് കിട്ടിയ വീണ്ടും പഠിച്ച അങ്ങനത്തെ ബെർത്ത് വരുന്നു. അത് സുന്നത്തല്ല. അങ്ങനെ സുന്നത്തില്ല. സുന്നത്ത് സക്കീനത്തോടെ വരണം. വയകുറഹുൽ അദു, ഓടൽ ചാടി പോകൽ കറാഹത്താണ്. ജമാഅത്തിന് എവിടെ പോകണം? ജുമാ നഷ്ടപ്പെടുന്നു. ഓൻ ഇപ്പൊ അവസാനത്തെ റക്അത്തിന്റെ റുകൂലിൽ കൂടി ഓൻ ജുമാ നഷ്ടപ്പെടും. അപ്പൊ തിരത്ര ഓടണം. അല്ലാതെ ഓടിട്ട് ഇബാദത്തിന് പോകാൻ ജമാഅത്ത് നഷ്ടപ്പെട്ടാലും റക്അത്ത് നഷ്ടപ്പെട്ടാലും സമാധാനത്തിൽ പോയാൽ മതി. ഓടൽ അത് ഇബാദത്തിന്റെ ഒരു ശൈലിയല്ല, ഒരു ഷിയാറിനോടുള്ള ബഹുമാനവുമല്ല. അപ്പൊ അങ്ങനെ സക്കീനത്തോടെ വരണം. അതുപോലെ തന്നെ നല്ല ഗാംഭീര്യം, വഖാറോടുകൂടി നല്ല ഡ്രസ്സ് ധരിച്ചു വരണം. നിങ്ങൾ കാണുന്നില്ലേ ഒരു ജഡ്ജി, ആ ജഡ്ജിക്ക് എപ്പോഴാ വിലയുള്ളത്? ജഡ്ജിന്റെ ഹൈബത്തിലും ഗാംഭീര്യത്തിലും വഖാറിലും വരുമ്പോ ജഡ്ജിക്ക് നല്ല വില. ജഡ്ജി ഇങ്ങനെ കടലയുന്നുണ്ടോ, ലോങ് കിട്ടുണ്ടല്ലോ, ആ ജഡ്ജിക്ക് ഇവിടെ എന്താ വില കിട്ടാ എന്നതുപോലെ വഖാർ വേണം. ഇബാദത്തിന് പോകുമ്പോൾ നല്ല ഗാംഭീര്യത്തോടെ, പള്ളിയിലാണ് ഓൻ അങ്ങോട്ട് പോകുന്നത്, ഓൻ പള്ളിയിലേക്കാണ് പോകുന്നത് എന്ന് കാണണം. ആ നിലക്കാണ് പോകേണ്ടത്. കാരണം നമുക്ക് ഇതിലൊക്കെ ഉദ്ദേശമുള്ളത് അല്ലാഹുവിന്റെ ശിആറുകൾ മുറുകെ പിടിക്കുക, അതിനെ ഉയർത്തിപ്പിടിക്കുക എന്ന കാര്യമുള്ളത് കൊണ്ട് അങ്ങനെ പോവുക.